നിങ്ങൾ കുറേ പെപ്പർ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് കാണും. ഇന്ന് എൻ്റെ സ്റ്റൈലിൽ ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മൾ ചിക്കൻ കറിക്കട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഫൈനായിട്ടാണ് ചോപ്പ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ചോപ്പ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെ ഗ്രേവി കുറച്ചും കൂടി ഫൈനായിട്ട് കിട്ടും നമുക്ക്. സോ നമ്മളുടെ മിസംബ്ലതിനകത്ത് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ്റെ പൊടി പൊടിക്കാം. സോ ഇതിനകത്ത് ഹോൾ കൊറിയാണ്ടർ, ക്യുമിൻ സീഡ്സ്, പെപ്പർ കോൺസ്, പിന്നെ റെഡ് ചില്ലീസ് ആണ്. നമുക്ക് പെപ്പർ കോൺ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറച്ചും കൂടി എരിവ് നന്നായിട്ട് കിട്ടും. നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം കറിവേപ്പില, നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ കൂടി യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോള ഇതൊന്ന് ജസ്റ്റ് ഗോൾഡൻ ബ്രൗണായി വരണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ടയായി വരുന്ന ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ഇടാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. ഈ സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുന്നുണ്ട്. ഒരു മിനിറ്റ് നമ്മളിങ്ങനെ സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കവർ ചെയ്ത് ഒരു 5 to 7 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്യാം. ഇത് നമ്മുടെ ചിക്കൻ പകുതി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പെപ്പർ ചിക്കൻ്റെ പൊടി ഇടാൻ പോകും അതിനകത്ത്. ഇത് ഇട്ടതിന് ശേഷം നമുക്കൊരു 45 seconds to 1 minute ജസ്റ്റ് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കാം. കാരണം ഈ പെപ്പർ ചിക്കൻ്റെ മസാല പരണ്ട് വരണം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 to 6 minutes കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഫുൾ ഡൺ ആയിരിക്കും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രേവി ആയിട്ട് തന്നെ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ഡ്രൈ ആക്കി സ്റ്റാർട്ടായിട്ടും കഴിക്കാം. ഫിനിഷിന് വേണ്ടി ചോപ്പ് ചെയ്ത് വെച്ച കൊറിയാണ്ടർ ലീഫ്. Always remember this, everybody can cook, everybody has to cook.